ദുരിതപ്പെയ്ത്ത് തുടരുക തന്നെയാണ് സംസ്ഥാനത്ത്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും ഒക്കെ മുന്നറിയിപ്പ് എല്ലാ ജില്ലകളിലും നൽകിയിട്ടുണ്ട്. ദുരിതപ്പെയ്ത്ത് എന്ന് തന്നെ വീണ്ടും പറയേണ്ടിയിരിക്കുന്നു. ജില്ലകളിൽ നിന്നും വിവിധ ബ്യൂറോകളിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. ആദ്യം ശാലിനിയിലേക്കാണ് പോകുന്നത്. ശാലിനി, തിരുവനന്തപുരത്ത് ഇന്നലെ മുതൽ തന്നെ പെരുമഴയാണ്. പലയിടത്തും വെള്ളക്കെട്ട് ശാലിനി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ഓഫീസിൻ്റെ തൊട്ടടുത്ത് നിന്ന് തന്നെയാണ് വേളി എന്നുള്ള സ്ഥലം, അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളക്കെട്ട് ദുരിതത്തിൽ തന്നെയാണ് ജനങ്ങൾ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഇപ്പോഴും ഈ സമയത്തുകൂടി മഴ ശക്തമായിട്ട് തന്നെയാണ് തലസ്ഥാനത്ത് പെയ്യുന്നത്. രജനി, നമസ്തേ, ഗുഡ് മോർണിംഗ്. വ്യക്തമായ തന്നെയാണ് തലസ്ഥാന ജില്ലയിൽ അതിശക്തമായ മഴയാണ് മണിക്കൂറുകളായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് സംസ്ഥാന വ്യാപകമായും അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മണിക്കൂറിൽ നൽകിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള അലേർട്ടുകളിൽ 2 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് ഉള്ളത്. വയനാട്, കണ്ണൂർ ജില്ലകൾക്കാണ് ഇന്ന് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. 10 മണിയോട് കൂടിയാണ് അലർട്ടുകൾ മാറാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ജില്ലകൾക്ക് ഓറഞ്ച് മാറി റെഡ് ആവാനുള്ള സാധ്യതകൾ കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, സംസ്ഥാനത്തെ ചില നദികളിൽ വെള്ളം ഉയരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര ജല കമ്മീഷൻ നോക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് അച്ചൻകോവിലാറ്, ഒപ്പം തന്നെ പമ്പാ നദി, മണിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. ഇതുകൊണ്ട് തന്നെ ജല കമ്മീഷൻ ചില ഉയരുന്നൊരു സാഹചര്യമുണ്ട്. ഇതുകൊണ്ട് തന്നെ ജല കമ്മീഷൻ ചില പ്രളയ സാധ്യത മുന്നറിയിപ്പ് കൂടി ഈ മേഖലകൾക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം തലസ്ഥാന ജില്ലയിൽ ചേർന്നിരുന്നു. അതീവ ജാഗ്രത എല്ലാവരും പുലർത്തണമെന്നുള്ളതാണ് മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സർക്കാർ സംവിധാനങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ തയ്യാറെടുപ്പുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ എല്ലാ രീതിയിലുള്ള മുന്നറിയിപ്പും നൽകുകയാണ്. ശക്തമായ കാറ്റ്, പ്രത്യേകിച്ച് കേരള തീരത്ത് അതിശക്തമായ പടിഞ്ഞാറൻ കാറ്റാണ് ഇപ്പോൾ ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കാലവർഷ കാറ്റ് ശക്തി പ്രാപിക്കുന്നതും സൊമാലിയൻ ജെറ്റ് സ്ട്രീം എന്ന് പറയുന്ന പ്രതിഭാസം ശക്തി കൂടുന്നതുമൊക്കെയാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ മഴ ശക്തമാകാനും കാറ്റ് ശക്തമാകാനുമുള്ള പ്രധാന കാരണമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിശക്തമായ മഴ, അതിതീവ്രമായ വെള്ളക്കെട്ട് ഒക്കെയാണ് എല്ലാ ജില്ലകളിലും ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. ഇന്ന് 6 ജില്ലകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, എറണാകുളം, വയനാട് അടക്കമുള്ള, ഇടുക്കി അടക്കമുള്ള ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിച്ച് മറ്റ് നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഒരുങ്ങുന്നത്. എന്തായാലും ഒരു പ്രളയ സാഹചര്യം അല്ലെങ്കിൽ ഒരു പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പല ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ നീരൊഴുക്ക് നടത്തിക്കൊണ്ട് ജലനിരപ്പ് കുറയ്ക്കാനുള്ള സംവിധാനത്തിലേക്ക് പല അണക്കെട്ടുകളും കടക്കുകയാണ്. പ്രത്യേകിച്ച് KSEBയുടെ അണക്കെട്ടുകൾ അടക്കം ജലനിരപ്പ് ഉയരുന്നത് തുറന്നു വിട്ടുകൊണ്ട് നിലവിലെ സാഹചര്യം സങ്കീർണമാക്കാതിരിക്കാനുള്ള നടപടികൾ അവിടെയും നടക്കുകയാണ്. എന്തായാലും അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ രീതിയിലുള്ള മുൻകരുതലുകളും പൊതുജനങ്ങൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. കാരണം ഇടിമിന്നൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം, മരങ്ങൾ കടപുഴകി വീണുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലും അതിശക്തമായ മുന്നറിയിപ്പ് മേഖലകൾക്ക് നൽകിയിട്ടുണ്ട്. പൊന്മുടി അടക്കമുള്ള ഇക്കോ ടൂറിസം മേഖലകളിലേക്കുള്ള യാത്രയ്ക്കും നിലവിൽ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. രജനി, ശരി, ശാലി പറഞ്ഞതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പാലിക്കണമെന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. ഇനി നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നും രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, കഴിഞ്ഞ 2 ദിവസവും ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു കൊച്ചിയിൽ കണ്ടത്. ഇന്നത്തെ സ്ഥിതി എങ്ങനെയാണ്? രജനി, കൊച്ചിയെ സംബന്ധിച്ച് ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് മഴ നേരത്തെ നല്ല രീതിയിൽ പെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ചാറ്റൽ മഴ മാത്രമാണുള്ളത്. ഒരു മൂടപ്പെട്ട ഒരു അന്തരീക്ഷം തന്നെയാണ് എറണാകുളം ജില്ലയിലെ പല ഭാഗങ്ങളിലുമുള്ളത്. ഇന്നലെ പലയിടങ്ങളിലും എടവനക്കാട്, കണ്ണമാലി തുടങ്ങിയ കടലോര മേഖലകളിൽ വലിയ രീതിയിൽ കടൽ പ്രക്ഷുബ്ധമായിരുന്നു. വെള്ളം കയറുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലും ഉണ്ടായി. പക്ഷെ അത് ഏകദേശം 6-6:30 കൂടി വെള്ളം ഇറങ്ങി തുടങ്ങുകയും ചെയ്തിരുന്നു. കടലോര മേഖലകൾ ഇപ്പോഴും ഈ കടലാക്രമണ ഭീതിയിൽ തന്നെ തുടരുന്ന സാഹചര്യമാണ് എറണാകുളം ജില്ലയിലുള്ളത്. എറണാകുളം ജില്ലയിൽ ഇന്ന്
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അങ്കണവാടികൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നീ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ മുൻ നിശ്ചയിച്ച സർവകലാശാല പരീക്ഷകൾക്കടക്കം മാറ്റമുണ്ടാകില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കിഴക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചും കനത്ത മഴ ശക്തമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടങ്ങളിൽ ഉരുൾപൊട്ടൽ അടക്കമുള്ള ഭീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വെള്ളക്കെട്ട്, പ്രത്യേകിച്ച് കൊച്ചി നഗരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു പശ്ചാത്തലം നേരത്തെ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ കനത്ത മഴ പെയ്യുമ്പോൾ എത്രത്തോളം സാഹചര്യം ദുർഘടമാകുമെന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. പ്രധാനമായിട്ടും ഇടപ്പള്ളി ഭാഗങ്ങളിലാണ് കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത്. എന്തായാലും കൊച്ചിയിൽ നിലവിൽ മൂടപ്പെട്ട ഒരു അന്തരീക്ഷമാണ്. ഇടവിട്ട് പല പ്രദേശങ്ങളിലും മഴ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാത്രി യാത്രയടക്കം നിരോധിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ, ആലപ്പുഴയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റീജിയൻ തലത്തിൽ പറയുകയാണെങ്കിൽ കോട്ടയത്തും സമാനമായിട്ട് കനത്ത മഴ ലഭിക്കുന്നുണ്ട്. എന്നാലും കൊച്ചിയിൽ ഒരു മൂടപ്പെട്ട അന്തരീക്ഷം, അതോടൊപ്പം തന്നെ ഇടവിട്ട് മഴ ലഭിക്കുകയാണ്. ഈ വരും മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ളൊരു മഴ ലഭിച്ചേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പരിഗണിച്ചുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു ജാഗ്രത ജില്ലാ ഭരണകൂടം പുലർത്തുന്നുണ്ട്. രജനി. ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട്ടേക്ക് പോവുകയാണ്. ആനന്ദ് പുതൂര് ചേരുന്നുണ്ട്. ആനന്ദ്, ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം റിപ്പോർട്ട് ചെയ്തതും മലബാർ മേഖലയിൽ തന്നെയാണ്. ഇന്ന് പ്രത്യേകിച്ച് കണ്ണൂർ, വയനാട് സ്ഥലങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് നിൽക്കുന്നത്. ഈ രാവിലെ എന്താണ് സാഹചര്യം കോഴിക്കോടും മറ്റ് മലബാർ മേഖലകളിലും? ഈ കഴിഞ്ഞ 2 ദിവസമായി വടക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മഴ കനക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ഓരോ ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് ഇടവിട്ടുകൊണ്ട് തുടർച്ചയായ മഴ 2 ദിവസമായി നിരന്തരമായി പെയ്യുന്നുണ്ട്. നമുക്കറിയാം, കനത്ത നാശനഷ്ടങ്ങൾ ഈ വടക്കൻ മേഖലകളിൽ ഈ കഴിഞ്ഞ 2 ദിവസത്തെ മഴയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കോഴിക്കോട് എടുത്തു പറയുകയാണെങ്കിൽ കാപ്പാട് ബീച്ചിന്റെ ഉയർന്ന ശക്തമായിട്ടുള്ള തിരമാലകളുടെ ഫലമായി തന്നെ കാപ്പാട് ബീച്ചിന്റെ ഏകദേശം 1 കിലോമീറ്ററോളം നീളുന്ന സംരക്ഷണ ഭിത്തി തകരുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയിലുള്ളവർക്ക് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ തിരമാലകൾ ഉയർന്നു പൊങ്ങാനുള്ള ഒരു സാധ്യത കാലാവസ്ഥ വകുപ്പ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ പോകരുതെന്നുള്ള ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പുണ്ട്. ട്രോളിംഗ് നിരോധനമാണെങ്കിൽ കൂടി ഈ ചെറുവള്ളങ്ങൾക്ക് കടലിൽ പോകാനുള്ള ഒരു അനുവാദം ഈ സമയത്തുമുണ്ട്. പക്ഷേ ഇന്നലെയും ഇന്നുമായി ഒരു വള്ളങ്ങളും കടലിൽ പോകുന്നതിനുള്ള ഒരു മുന്നറിയിപ്പ് തീരദേശത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ ശക്തമായിട്ടുള്ള മഴയിൽ തന്നെ ഈ വടകര ഭാഗത്തെ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞുകൊണ്ട് മണിക്കൂറുകളോളം ഈ ഗതാഗതം സ്തംഭിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. മാത്രമല്ല, ആ പ്രദേശത്ത് തന്നെ ചില വീടുകളും അത്തരത്തിൽ ഈ മണ്ണിടിച്ചിൽ മൂലം തന്നെ ഭീഷണിയിലാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടെ അധികൃതർ നോക്കുന്നുണ്ട് എന്നാണ് വീട്ടുകാർ പറയുന്നത്. അതുപോലെ തന്നെ വയനാട് ഇത്തരത്തിൽ ഈ മലമ്പ്രദേശങ്ങളിലെല്ലാം മരങ്ങൾ വീണുകൊണ്ട് മണിക്കൂറുകളോളം ഈ ഗതാഗതം നിശ്ചലമാവുന്ന ഒരു കാഴ്ചയുണ്ട്. കാസർഗോഡ് ജില്ലയിലും കനത്ത മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഈ ജില്ലാ ഭരണകൂടങ്ങൾ ഈ 4 ജില്ലയിലും നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയം കൂടിയാണ്. വെള്ളക്കെട്ട് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് നിർത്താതെയുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ നഗരങ്ങളിലെ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ നഗരങ്ങളിലെ റോഡുകളെല്ലാം വെള്ളക്കെട്ടാവുന്ന ഒരു സ്ഥിതി തന്നെയുണ്ട്. ഇത് ഗതാഗതത്തിന് കാര്യമായി തന്നെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ മലയോര മേഖലകളിലും അത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി, പ്രത്യേകിച്ച് കുറ്റ്യാടിപ്പുറം പോലുള്ള പ്രദേശങ്ങളിലെല്ലാം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ പൊതുവെ ഭീതിയിലാണ്. മണ്ണിടിച്ചിൽ സാധ്യത അവർ കാണുന്നുണ്ട്. എന്തായാലും ഭരണകൂടം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. മാത്രമല്ല, ഈ പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ കഴിഞ്ഞ 3 ആഴ്ചക്കിടെ ഏകദേശം 7000-ഓളം ആളുകളാണ് ഇത്തരത്തിൽ പനിയുമായി ബന്ധപ്പെട്ട് ചികിത്സ നേടിയിരുന്നത്. ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തുണ്ടാകുന്ന ഈ ഡെങ്കിപ്പനിയും കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തൊട്ടടുത്തുള്ള പരിസരം ശുചീകരണമായി കൊണ്ടു നടക്കണമെന്ന് ആരോഗ്യവകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രജനി. യെസ്, ആനന്ദ് പുതൂരാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് തോരാ മഴയും തീരാ ദുരിതവും തന്നെയാണ്. 3 ദിവസവും കൂടി മഴ ശക്തമായി പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കൃത്യമായിട്ട് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ എല്ലാ ജനങ്ങളും പാലിക്കണമെന്നാണ് പറയാനുള്ളത്. ഇന്ന് 2 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്, കണ്ണൂരും വയനാടും. ഒപ്പം 7 ജില്ലകൾക്ക് യെല്ലോ അലർട്ടുമുണ്ട്. അതുപോലെ തന്നെ 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും നൽകിയിട്ടുണ്ട്. മഴ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശാലിനിയും, കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവും, കോഴിക്കോട് നിന്നും ആനന്ദ് പുതൂരും.